CPIM-നെതിരെ ആഞ്ഞടിച്ച് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. വിപ്ലവപത്രം മാണിയുടെ വക്കീലാകുന്നുവെന്ന് പന്ന്യൻ കുറ്റപ്പെടുത്തി. മാണിയെ ചേർത്തൊരു ഇടതുമുന്നണി കേരളത്തിലുണ്ടാകില്ലെന്നും പന്ന്യൻ തൃശൂരിൽ പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ. ഉദ്ഘാടന പ്രസംഗത്തിലുടനീളം മാണിക്കെതിരെ പ്രത്യക്ഷമായും CPM-നെതിരെ പരോക്ഷമായും പന്ന്യൻ ആരോപണങ്ങൾ ഉന്നയിച്ചു. കേരളത്തിലെ വിപ്ലവ പത്രം മാണിയുടെ വക്കീലാകാൻ നോക്കുകയാണെന്ന് പന്ന്യൻ പറഞ്ഞു. ഒരു കേരളത്തിലെ വിപ്ലവ പത്രത്തിന് ഒരു പത്രാധിപർ എഴുതിയിരിക്കുക മാണിക്ക് വേണ്ടി അദ്ദേഹം കോടതിയിലാകാൻ മാണിക്ക് വേണ്ടി ഞാൻ പണ്ട് പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നത്. അതിന് ഞാൻ മറുപടി പറയുന്നില്ല. മാണിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു. അന്ന് മാണി കോള വാങ്ങിയിരുന്നോ? ഇല്ല. മാണിന്റെ പേരിൽ കോളക്കഥ ഉണ്ടായിരുന്നോ? ഇല്ല. അന്നത്തെ മാണിയാണോ ഇന്നത്തെ മാണി? ഇന്ന് പരസ്യമായി നിൽക്കുക. തെറ്റുകണ്ടാലും തിരുത്താത്തവരാണ് CPI-ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞ പന്ന്യൻ രവീന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സ്വയം തെറ്റുതിരുത്തണമെന്നും ചൂണ്ടിക്കാട്ടി. നമ്മൾ തെറ്റ് വന്നാൽ തിരുത്താനും സ്വയം നടത്താനും നേരെ പോകാനും നമ്മൾ സന്നദ്ധരാണ്. മാണിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇടതുമുന്നണി കേരളത്തിൽ ഉണ്ടാകില്ലെന്നും പന്ന്യൻ പറഞ്ഞു. KM മാണിയെ കൂട്ടിക്കൊണ്ട് കേരളത്തിലൊരു ഗവൺമെന്റ് ഇടതുപക്ഷത്തിനാകേണ്ടതില്ല. അങ്ങനെ ഒരു ഗവൺമെന്റ് ഇല്ല. അങ്ങനെ ഒരു ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ അജണ്ടയിലില്ലെന്ന് ഞാൻ പറയുന്നത് ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി പറയാ. മുന്നിലൊരു ഘടകകക്ഷി ഞങ്ങള് ഈ വിഴുപ്പ് പാണ്ഡവും എല്ലാം പേറിക്കൊണ്ട് അതിലെ ഖജാനാവുമായി നമ്മുടെ കളത്തിൽ ആരും വരണ്ട. CPI-യും CPM-ഉം RSPയും ചേർന്ന ഇടതുമുന്നണിയെ കേരളം വൻപിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തിച്ചിട്ടുണ്ടെന്നും പന്ന്യൻ ഓർമ്മിപ്പിച്ചു. റിപ്പോർട്ടർ, തൃശൂർ.